ബി.ജെ.പി. ഒ.ബി.സി. മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രൺജിത് ശ്രീനിവാസൻ കൊലപാതക കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ. അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസാണെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് 15 പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി.ജി. ശ്രീദേവി വധശിക്ഷ വിധിച്ചത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികളെ മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ നിന്നും പൂജപ്പുര ജയിലിലേക്ക് കൊണ്ടുപോയി. അതേസമയം ശിക്ഷ വിധിച്ച മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി.ജി. ശ്രീദേവിക്കെതിരെ DPI വ്യാപക സൈബർ ആക്രമണമാണ് നടത്തുന്നത്. എന്തായാലും മാതൃകാപരമായ വിധി തന്നെയാണ് എന്നുള്ളതായിരുന്നു സമൂഹത്തിൽ നിന്നും പരക്കെ ഉയർന്ന അഭിപ്രായം. കാരണം അത്രയ്ക്ക് നീചമായ കൊലപാതകമാണ്, അല്ലെ കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്രയും ഹീനമായ കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ പ്രതികൾ ദയ അർഹിക്കുന്നില്ല എന്ന ജഡ്ജിയുടെ പരാമർശം തീർച്ചയായിട്ടും ആ ഒരു സത്യത്തിലേക്ക് തന്നെ വെളിച്ചം വീശുന്നതാണ്. ഇത്രയും പ്രതികൾക്ക്, മുഴുവൻ പ്രതികൾക്കും ഒരുമിച്ച് വധശിക്ഷ വിധിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ, നീതിന്യായ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്ക് വരെ ശിക്ഷ ലഭിച്ചിട്ടുണ്ട്, ശിക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ ഇത്രയ്ക്ക് മാതൃകാപരമായ ശിക്ഷ വിധിച്ച സാഹചര്യത്തിൽ ഈ മത തീവ്രവാദികളുടെ ഭാഗത്ത് നിന്ന്, SDPയുടെ ഭാഗത്ത് നിന്ന് ഹീനമായ സൈബർ ആക്രമണമാണ് ജഡ്ജിക്ക് നേരെ ഉണ്ടാകുന്നത് ഈ ഒരു മണിക്കൂറിൽ എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികളെ മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ നിന്ന് പൂജപ്പുര ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസാണെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത്. വിവരങ്ങൾ നൽകാൻ നിഷയുണ്ട്. നിഷ, എന്തായാലും വളരെ മാതൃകാപരമായ ശിക്ഷാവിധിയാണ് ഇന്ന് വന്നത്. കാരണം അത്രയ്ക്ക് ഹീനമായ കാര്യമാണ് പ്രതികൾ ചെയ്തത്. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ വരെ ശിക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ ഈ മാതൃകാപരമായ ശിക്ഷയാണ് എന്നുള്ളത് സമൂഹത്തിൽ അങ്ങനെ പരക്കെ ഒരു അഭിപ്രായം ഉണ്ട് എങ്കിൽ പോലും ജഡ്ജിക്കെതിരെ വളരെ ഹീനമായ സൈബർ ആക്രമണം SDPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, ഈ മത തീവ്രവാദികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്, ആ ഒരു മാനസികാവസ്ഥ. എന്തായാലും നിഷ, എങ്ങനെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, ഈ വിധി പ്രസ്താവം കഴിഞ്ഞ് അല്പസമയത്തിനകം തന്നെ ഈ SDPയുടെ പോലുള്ള തീവ്രവാദ സംഘടനകളുടെ ഗ്രൂപ്പിൽ നിന്നും ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ഈ ശിക്ഷ വിധിച്ച മാവേലിക്കര അഡീഷണൽ സെഷൻ ജഡ്ജി വി.ജി. ശ്രീദേവിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത്. എന്തായാലും ഈ വധശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷ സമൂഹത്തിന് മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെയാണ്. കാരണം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വലിയ ഒരു താക്കീത് തന്നെയാണ് ഇന്ന് രഞ്ജിത് ശ്രീനിവാസൻ കൊലപാതക കേസിൽ മാവേലിക്കര കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അപൂർവങ്ങളിൽ അത്യപൂർവമായ കൊലപാതകം, അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അത്യപൂർവമായ ശിക്ഷ തന്നെയാണ് ഇന്ന് ഈ 15 പ്രതികൾക്കും. കഴിഞ്ഞ ദിവസം തന്നെ, ഈ മാസം 20-ാം തീയതി കോടതി കണ്ടെത്തിയിരുന്നു രഞ്ജിത് ശ്രീനിവാസനെ വധിച്ച കേസിലെ 15 പ്രതികളും, അതായത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പ്രതികളും, ഇവർക്ക് സഹായവുമായി നിന്ന 4 പ്രതികളും, ഒപ്പം തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പ്രതികളും, അങ്ങനെ 15 പ്രതികൾ. ഇവരെല്ലാവരും തന്നെ ഒരേ രീതിയിൽ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ്. അതായത് കൊലപാതക കുറ്റം തന്നെയാണ് ഇവർക്ക് മേൽ ആരോപിക്കപ്പെടുന്നത്. ഈ കൊലപാതക കുറ്റം തന്നെയാണ് ഈ പ്രതികൾ എല്ലാവരും ചെയ്തിരിക്കുന്നത്. അത് ആ രീതിയിൽ കോടതി കണ്ടെത്തിയിരുന്നു. എല്ലാവരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ആ കോടതിയുടെ ആ കണ്ടെത്തലിൽ ഉണ്ടായ ആ ഒരു സമാനത തന്നെയാണ് ഇന്ന് ഈ ഒരു ശിക്ഷാ വിധിയുടെ സമയത്തും ഉണ്ടായത്. മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ. അന്ന് മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി, ഇന്ന് മുഴുവൻ പ്രതികൾക്കും വധശിക്ഷയും നൽകിയിരിക്കുന്നു. എന്തായാലും കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. എല്ലാ ആളുകൾക്കും തന്നെ, സമൂഹത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു വിധി പ്രസ്താവമാണ് ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത് ശ്രീനിവാസന്റെ കുടുംബം പ്രതികരിച്ചതും കേസിൽ സാധാരണ ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാവരും തന്നെ ഈ പ്രതികൾക്ക് അർഹമായ ശിക്ഷ കിട്ടി എന്ന് തന്നെയാണ് പറഞ്ഞത്. നീതിന്യായ പീഠത്തോട് അതിയായ വിശ്വാസമുണ്ട്. പ്രകൃതിയുടെ ഒരു നീതിയാണ് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് രഞ്ജിത്തിന്റെ ഭാര്യ ലിഷ പ്രതികരിച്ചത്. എന്തായാലും നമുക്കറിയാം, അവരുടെ മുന്നിലിട്ട് അവരാണ് സാക്ഷികൾ. ഈ കേസിലെ ദൃക്സാക്ഷികൾ എന്ന് പറയുന്നത് രഞ്ജിത്തിന്റെ കുടുംബമാണ്. ഈ രഞ്ജിത്തിനെ 2021 ഡിസംബർ 19-ന് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് ബൈക്കിലെത്തിയ 6 ഇരുചക്ര വാഹനങ്ങളിലായി എത്തിയ 12 അംഗ സംഘം ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തുന്നത്. അത് ഈ കുട്ടികളും രഞ്ജിത്തിന്റെ അമ്മയും ഭാര്യയും സഹോദരനും അടക്കമുള്ള ആളുകൾ അതിന് ദൃക്സാക്ഷികളാണ്. അവരൊക്കെ തന്നെ ഇന്നും ഈ വിധി കേൾക്കാനായി കോടതിയിൽ എത്തിയതും നമ്മൾ കണ്ടതാണ്. എന്തായാലും മാതൃകാപരമായ ശിക്ഷ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഈ രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിന്റെ വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും ഈ പ്രതികൾക്ക് നൽകിയ ശിക്ഷ അവർ അർഹിക്കുന്നത് തന്നെ എന്ന് തന്നെയാണ് പൊതുവെ ഉള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഈ രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട ആ ദിവസം മുതൽ കൊല്ലപ്പെട്ട് 2 വർഷത്തിന് ശേഷമാണ് കേസിൽ ഈ പ്രതികൾക്ക് വധശിക്ഷ എന്നുള്ള വിധി വരുന്നത്. നമുക്കറിയാം, രഞ്ജിത്ത് കൊല്ലപ്പെട്ട്
ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഡിവൈഎസ്പി NR ജയരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം വലിയ വിവാദമായ കണ്ടെത്തലുകളൊക്കെ തന്നെയാണ് നടത്തിയത്. കാരണം ഈ കേസിലെ 3-ാം പ്രതി അനൂപിന്റെ ഭാര്യയുടെ ഫോണിൽ നിന്നും കൊല ചെയ്യപ്പെടേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റ് കണ്ടെടുക്കുകയുണ്ടായി. വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ എല്ലാ ആളുകളും ഈ കേസിലെ ഓരോ കണ്ടെത്തലുകളും നോക്കി കണ്ടിരുന്നത്. ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയുള്ള ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ അത്തരത്തിലുള്ള വാദങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിക്കുകയും ചെയ്തു. എന്തായാലും പ്രോസിക്യൂഷന്റെ വാദങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കേസിൽ ഇപ്പോൾ പ്രതികൾക്ക് വധശിക്ഷ കോടതി വിധിച്ചിട്ടുള്ളത്. നിശ്ചയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.